ഹായ് ഓൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. മക്കളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ രാവിലത്തെ കുറച്ച് റൊട്ടീനാണ് കേട്ടോ. രാവിലെ തന്നെ കാശുകുട്ടനുള്ള സ്കൂളിൽ പോകാനുള്ള പരിപാടികളാണ് നോക്കുന്നത് രാവിലെ അവന്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ കുഞ്ഞെണീക്കും, അവനുള്ള ചോറും കറിയും റെഡിയാവണം, അവനുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവണം, അവനെ കഴിപ്പിക്കണം, അതിനിടയ്ക്ക് അവനെ പല്ല് തേപ്പിക്കണം, കുളിപ്പിക്കണം, അങ്ങനെ കുറേയേറെ പണികളുള്ള കാരണം ആ 2 മണിക്കൂർ എനിക്ക് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റാറില്ല കേട്ടോ. പക്ഷേ അവനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. പിന്നെ എൻ്റെയും കാർത്തിമോൻ്റെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം അവൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഫ്രീ ആവണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കാശുകൂട്ടൻ പോയി കഴിയുമ്പോൾ എൻ്റെ റുട്ടീൻ എന്താണോ അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ചേട്ടനും ജോലിക്ക് പോകും, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സമാധാനത്തോടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് മെസ്സായിരിക്കും എൻ്റെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്കെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് രാവിലെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാർത്തിമോൻ എണീക്കുക. കാർത്തിമോൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അത് കാരണം ഞാനെല്ലാം അവിടെ തന്നെ വെച്ചിട്ടായിരിക്കും ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റത്തെ എൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് പോലും കഴിക്കുകയുള്ളൂ. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഒതുക്കി പെറുക്കി സെറ്റാക്കി വെക്കുക. നെക്സ്റ്റ് കഴുകാനുള്ള പാത്രങ്ങൾ മുഴുവൻ കൊണ്ടേ സിങ്കിലിടുക. ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ കറികളും ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാത്രങ്ങളൊന്നും കഴുകി വെക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ തലേ ദിവസം നേരത്തെ കിടന്നു. ചേട്ടൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കുക എന്നുള്ളത് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാത്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം എടുത്ത് കറിയെല്ലാം കൊട്ടിക്കളഞ്ഞ് സിങ്കിലോട്ട് പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാബൊക്കെ നന്നായിട്ട് തുടച്ചിടുക എന്നുള്ളതാണ്. കാരണം എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും സ്ലാബിലോട്ടൊക്കെ തെറിച്ച് വീഴും കേട്ടോ. കുക്കർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് വീഴും. അപ്പോൾ അത് കാരണം ഞാൻ സ്ലാബെല്ലാം നന്നായിട്ട് തുടച്ചിടും കേട്ടോ. അപ്പോൾ എനിക്ക് സ്ലാബൊക്കെ എപ്പോഴും നീറ്റായിട്ട് കിടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് കാണുമ്പോൾ പിന്നെയും ക്ലീൻ ചെയ്തിടാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും കേട്ടോ. പക്ഷേ എപ്പോഴും നമ്മൾ മെസ്സിയായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കിടക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ, എന്താ ഇതിങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമുക്കൊരു തേർഡ് പേഴ്സൺ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോഴായിരിക്കും അയ്യോ ഇവർ നമ്മുടെ വീടിങ്ങനെ കാണുമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. പക്ഷേ എപ്പോഴും ഇങ്ങനെ എനിക്ക് സാധിക്കാറില്ല കേട്ടോ. കാർത്തിമോൻ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് അവൻ്റെ അടുത്തേക്ക് പോകും. അതുപോലെ തന്നെ വേറെ ഇപ്പോൾ എനിക്ക് വയ്യായ്കയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം വേറെ ആരും ഇല്ലല്ലോ എനിക്കൊന്നും കൈമാറി ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഹെൽത്തും കൂടെ കളഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കിടപ്പിലായിപ്പോവും. അപ്പോൾ അതിനേക്കാളും മെസ്സിയായിപ്പോവും എൻ്റെ വീട്. അപ്പോൾ അത് കാരണം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ നന്നായിട്ട് നീറ്റാക്കി തന്നെയാട്ടോ ഇട്ട് വയ്ക്കുന്നത്. പിന്നെ ഉള്ളത് പാത്രം കഴുകുന്ന ജോലിയാണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മളിങ്ങനെ കൂട്ടിയിട്ട് കഴുകാൻ പാടായതുകൊണ്ട് വലിയ പാത്രങ്ങളൊക്കെ ആദ്യം സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ കുഞ്ഞു പാത്രങ്ങൾ ആദ്യം തേച്ചിടും. എന്നിട്ട് ഈ വലിയ പാത്രങ്ങളൊക്കെ തേച്ചിട്ട് ഒന്നിച്ചെല്ലാം കൂടെ കഴുകിയെടുക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യണം. അപ്പോൾ വെള്ളമൊന്നും അധികം തെറിച്ച് നമ്മുടെ മേത്തോ താഴെയോ അങ്ങനെയൊന്നും തെറിച്ച് വീഴത്തില്ല കേട്ടോ. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പണി. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം എനിക്ക് ആ സിങ്കും കൂടെ അവിടെ ക്ലീൻ ചെയ്തിട്ടാലേ സമാധാനമാവുള്ളൂ കേട്ടോ. കാരണം എനിക്ക് സിങ്കും വൃത്തികേടായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതും കൂടെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിടും കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ സൈഡിൽ 2-3 ബ്ലാക്ക് ലൈൻസ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ റിനോവേഷൻ ചെയ്ത് വന്നിടക്ക് ആരോ ഹാർപ്പിക്ക് കൊണ്ടുവന്ന് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചരിഞ്ഞ് അതിൽ കൂടെ 2-3 ഡ്രോപ്സ് ഇങ്ങനെ സിങ്കിലോട്ട് ഒഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നിൽക്കുന്ന സൈഡിൽ തന്നെ ആയതുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് റിയാക്ഷൻ വന്ന് ബ്ലാക്ക് കളറിലോട്ട് പോയി. ഹാർപ്പിക്ക് എപ്പോഴും നമ്മൾ ഒഴിച്ച് കഴുകാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റിയാക്ഷൻ പെട്ടെന്നായതുകൊണ്ട് തന്നെ അത് ബ്ലാക്ക് കളറായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഹാർപ്പിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ കഴുകിയിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഫുഡിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കോഴിക്കട്ടായിരുന്നു. അപ്പോൾ അത് മോന് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൻ അതെല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. മാവ് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും ഉണ്ടാക്കാനായിട്ടുള്ള മടി കാരണം, പിന്നെയും പാത്രം കഴുകാനുള്ള മടി കാരണം ഞാൻ അത് ഉണ്ടാക്കാൻ നിന്നില്ല. ഏത്തപ്പഴം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഏത്തപ്പഴം വഴറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഏത്തപ്പഴം ഞാനതെടുത്ത് വഴറ്റി മുട്ടയും അതുപോലെ തന്നെ എനിക്ക് ചിക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും ഇടത്തില്ല, ഞാൻ വെറുതെ ഉപ്പും മാത്രം ഇട്ടിട്ട് ചിക്കി കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഏത്തപ്പഴം വഴറ്റി അതേ എണ്ണയിൽ മുട്ടയും കൂടെ ചിക്കി ഞാൻ എടുക്കും കേട്ടോ. പിന്നെ എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കുന്നത് നിർബന്ധമാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയും ഇതെല്ലാം എടുത്തിട്ട് ഫുഡ് കഴിക്കാനിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ പരിപാടി. ഇനി ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറുക്കും കൂടെ കാച്ചി വെക്കാറുണ്ട് കേട്ടോ. കാരണം കുറുക്ക് കാച്ചി വെച്ചില്ല എന്നുണ്ടെങ്കിൽ മോൻ എണീറ്റ് വരുമ്പോൾ ഭയങ്കര ബഹളമാവും. അപ്പോൾ ഞാൻ കുറുക്കും കൂടെ കാച്ചി വെക്കും. പിന്നെ മോൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അവനെ കുറച്ച് നേരം കൊഞ്ചിച്ച് കളിപ്പിച്ച് എടുപ്പിച്ച് നടന്നു കഴിഞ്ഞാൽ എനിക്ക് കുറുക്കും കൊടുക്കാം. ഞാനും ഹാപ്പിയാണ്, എൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞുകൊണ്ട് ഞാനും ഹാപ്പിയാണ്, അവനും ഹാപ്പിയാണ്. അവനും ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും അവനും ഓക്കെയാണ് കേട്ടോ. പിന്നെ അവനും കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള സമയമാവും കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ കറി വേണം, രാത്രിത്തേക്ക് ചേട്ടൻ എന്തെങ്കിലും കറി വേണമെങ്കിൽ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉച്ചക്ക് മോൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്ത് വെക്കും കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ആ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ നിങ്ങളിൽ എത്തിച്ചത് വെറും 6 മിനിറ്റോ 4 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കൊണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ വീഡിയോസൊക്കെ ഇടണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആഴ്ചയിൽ 2-3 വീഡിയോസൊക്കെ ഇടണം എന്നുണ്ട്. അപ്പോൾ അതിനൊരു സമയവും കൂടെ സെറ്റാക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെയും സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കമൻസിലൂടെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ വിശേഷങ്ങൾ ഇതുപോലെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ ബൈ.